ഹരിയാനയിലെ യൂട്യൂബർ റവീണ മറ്റൊരു ഇൻസ്റ്റാഗ്രാം സുഹൃത്തുമായി ഭർത്താവിനെ കൊന്ന് അഴുക്ക് ചാലി തട്ടി. കഴിഞ്ഞ മാർച്ച് 25-നാണ് സംഭവം. ഇത് വലിയ അതിശയകരമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഹരിയാനയിലെ ഭിവാനി എന്ന ചെറിയ പട്ടണത്തിൽ 2017 ഒരു സാധാരണ വിവാഹം നടന്നു. ഭർത്താവ് പ്രവീൺ ഡ്രൈവറാണ്, ഭാര്യ കുടുംബിനിയാണ്, അല്പസ്വല്പം വിദ്യാഭ്യാസം അവർക്കുണ്ട്. അവർ സമാധാനപരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഡ്രൈവിങ്ങിന് പോകും. അതൊരു കുട്ടിയുണ്ടായി, 6 വയസ്സുണ്ട്. ഈ പ്രവീണാസിപ്പം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് അവർ ചില യൂട്യൂബിലൊക്കെ ചില പിക്ചറൊക്കെ ഇട്ട് തുടങ്ങി. ഒരു യൂട്യൂബറായി. അവരതിനകത്ത് അല്പസ്വല്പം ഫോളോവേഴ്സൊക്കെ വന്നപ്പം ചില വീഡിയോകളൊക്കെ നിർമ്മിച്ച് അതിനകത്ത് ഇട്ട് തുടങ്ങി. ആളെ കൂട്ടാനായിട്ട് നോക്കി. അങ്ങനെ പിന്നെ അവർ ചില റീൽസുകളൊക്കെ ഇട്ടു. ചില വീഡിയോ മാത്രമല്ല, ചില റീൽസുകളൊക്കെ ഇട്ടു. കുടുംബിനിയാണ്. അതിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. പതുക്കെ കുറച്ച് ആൾക്കാരൊക്കെ കൂടി, വ്യൂവേഴ്സ് അല്പസ്വല്പമൊക്കെ വന്നു. അപ്പോൾ യൂട്യൂബ് കിട്ടി കഴിഞ്ഞപ്പോൾ 1.5 വർഷം മുമ്പ് അവർ യൂട്യൂബിൽ കൂടി ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഒരാളെ പരിചയപ്പെട്ടു, ഒരു സുരേഷ്. അയാളൊരു യൂട്യൂബറാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ട് ആളെ കൂട്ടുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ യൂട്യൂബിൽ കണ്ടിട്ടില്ല. ആളെ ചർച്ചകളൊക്കെ നടന്നു. വ്യൂവേഴ്സിനെ കൂട്ടണം. ഇവർ റീൽസ് ഇട്ട് നോക്കി, ചില വീഡിയോകളൊക്കെ ഇട്ട് നോക്കി. വ്യൂവേഴ്സിനെ കൂട്ടാൻ പല പണിയും ചെയ്ത് നോക്കി. അത്ര വിചാരിച്ച രീതിയിൽ അത് വ്യൂവേഴ്സ് കൂടുന്നില്ല. അങ്ങനെയാണ് സുരേഷുമായിട്ട് ബന്ധപ്പെടുന്നത്. അയാളെ സെർച്ച് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ കൂടെ പരിചയപ്പെട്ട വ്യക്തിയാണ്. ഹിസാറിലെ പ്രേംനഗറിലെ, ഹരിയാന ഹിസാറിലെ പ്രേംനഗറിലെ ആണ് അയാളുടെ വീട്, ഈ യൂട്യൂബർ. അതിനുശേഷം 1.5 വർഷം മുമ്പ് ആ ബന്ധം തുടങ്ങി. അതിനുശേഷം രണ്ടുപേരും വളരെ അടുത്തു. രവീണ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയ ശേഷം പല ആൾക്കാരുമായിട്ട് ബന്ധം വന്നു. അങ്ങനെയാണ് സുരേഷുമായിട്ട് ബന്ധം വന്നത്. എന്തായാലും അവരുടെ സൗഹൃദം വളർന്നു. സുരേഷിനെ ഇവർ ക്ഷണിച്ചു, വീട്ടിൽ വന്നു, പരസ്പരം പരിചയപ്പെട്ട ആളെ കണ്ടു. അങ്ങനെ ആ ബന്ധം അങ്ങ് വളർന്നു. 1.5 വർഷം കൊണ്ട് ആ ബന്ധം നന്നായിട്ട് വളർന്നു. ഒരു ദിവസം ഭർത്താവ് പ്രവീണ് വീട്ടിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അത് അപ്രത്യക്ഷമായിട്ട് നേരത്തെ എത്തി. അപ്പം പ്രവീണയും അവളുടെ സുഹൃത്ത് സുരേഷിനെ വീട്ടിൽ അല്പം മോശമായ ചുറ്റുപാടിൽ കണ്ടു. അപ്പോൾ അത് റീൽസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. അതേപ്പറ്റി തർക്കമായി. അങ്ങനെ സുരേഷും ഇയാളും തമ്മിൽ വാക്കുതർക്കവും അടിപിടിയായി. അങ്ങനെ പ്രവീണയും സുരേഷും ചേർന്ന് ഇയാളെ കഴുത്ത് ഞെരിച്ച്, ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കാൻ വേണ്ടി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. മകൻ അപ്പുറത്തെ മുറി കിടന്ന് ഉറങ്ങുകയാണ്, 6 വയസ്സുള്ള കൊച്ചു കാണണ്ട എന്ന് വിചാരിച്ച് ഇവർ പെട്ടെന്ന് ആ ഡെഡ് ബോഡി, ആൾ മരിച്ചു എന്ന് മനസ്സിലായപ്പം ആ ഡെഡ് ബോഡി അവിടെ നിന്ന് മാറ്റി. മൃതദേഹം ബൈക്കിൽ ഇവർ കൊണ്ടുപോയി ഭിവാനിയിലെ ദിനോദ് റോഡിലെ അഴുക്ക് ചാലിൽ നിക്ഷേപിച്ചിട്ട് പോയി. ഏതായാലും പ്രവീണിൻ്റെ വീട്ടുകാർ പ്രവീണിനെ കണ്ടില്ല, ജോലിക്ക് പോയിട്ട് കണ്ടില്ല എന്ന് ഭാര്യ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല. പ്രവീണിന് ഇനിയിപ്പം 3-4 ദിവസമായിട്ട് കാണുന്നുമില്ല. അവരന്വേഷിച്ച് നടന്നു. അങ്ങനെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു. രവീണയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊരു സംശയം തോന്നി. അങ്ങനെ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഡെഡ് ബോഡി കണ്ടുപിടിക്കണമല്ലോ. ഡെഡ് ബോഡി അവർ കണ്ടുപിടിച്ചു. അവിടുന്ന് കുറേ കിലോമീറ്റർ അകലെ ഒരു അഴുക്ക് ചാലിൽ. അപ്പോൾ ആ റവാരി എന്ന ജൂഡി ഗ്രാമത്തിലാണ് ഇപ്പം ഇവർ താമസിക്കുന്നത്. കല്യാണം കഴിച്ചപ്പം വേറെ സ്ഥലത്തായിരുന്നു, ഹരിയാനയിലെ ഭിവാനിയിലായിരുന്നു. ഇപ്പോൾ ഇവർ റവാരിയിലാണ് താമസിക്കുന്നത്. കൊച്ചിനെ സ്കൂളിലൊക്കെ വിടണം, 6 വയസ്സുണ്ട്. എന്തായാലും ജൂഡി ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും അയാളും
ഇവരും തമ്മിലുള്ള ബന്ധത്തിൽ ചില പാളിച്ചകളുണ്ടായി എന്ന് മനസ്സിലായി. ഭർത്താവുമായിട്ട് അത് വഴക്കിൽ അവസാനിച്ചു. അയാളെ ഇവർ രണ്ടുപേരുടെ കൊന്നു എന്നാണ് ഇപ്പം പറയുന്ന വാർത്തകൾ. അഴുക്കുചാലിൽ നിക്ഷേപിച്ച് എൻ്റെ ദൃശ്യം കാണാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ CCTV ദൃശ്യങ്ങൾ കുറേ മണിക്കൂറുകൾ ആ ഏരിയ മുഴുവൻ തപ്പി. അങ്ങനെ അത് ഉദ്യോഗസ്ഥൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഒരു CCTV ദൃശ്യത്തിൽ ഹെൽമെറ്റ് ധരിച്ച ആളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിൻ്റെ പിന്നിൽ പ്രവീണെ പോലെ ഒരാളിരിക്കണു. അതിൻ്റെ നടുക്ക് ആളെ വ്യക്തമായി അറിയാൻ പറ്റുന്നില്ല. കുഴഞ്ഞിരിക്കുന്ന പോലെ ഒരാൾ നടുക്കും. ആ പിക്ചർ കണ്ടെടുത്തോടുകൂടി അത് രവീണയുടെ മുമ്പിൽ കാണിച്ചു. അതോടുകൂടി അവർ പൊട്ടിക്കരഞ്ഞു. ഭർത്താവിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോയ ആ സീൻ പോലീസ് എടുത്തിരിക്കുന്നു. അവർ കുറ്റം സമ്മതിച്ചു. മോനെ അറിഞ്ഞില്ല, മോൻ അടുത്ത മുറി കിടന്ന് ഉറങ്ങുകയാണ്. അത് സുരേഷും ഇവരും പ്രതിയായി. 2025 മാർച്ച് 25-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പ്രവീണ അപ്പോഴാണ് വീട്ടിലെത്തിയത്. നേരത്തെ എത്തിയതാണ്. ഈ പ്രശ്നങ്ങൾ ഗുരുതരമാകാൻ കാണും. അങ്ങനെയാണ് സുരേഷുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്നും അതൊരു വാക്കുതർക്കമാണ്, സ്ട്രേഞ്ചറാണ്, അപരിചിതനാണ്, തൻ്റെ വീട്ടിൽ കണ്ടു, അതൊരു കൊലപാതകത്തിലേക്ക് എത്തി. പോലീസിൻ്റെ വെർഷൻ അനുസരിച്ച് കൊലപാതകം ഇവർ രണ്ടുപേരും കൂടി ആണ് നടത്തിയത്. അതിന് തർക്കമില്ല. കൊച്ചറിഞ്ഞില്ല സംഭവം. ഏതായാലും ഈ ബൈക്കിൽ ഒരു ഡെഡ് ബോഡി കാരണം നടുക്കിരുന്ന ആളെ വ്യക്തമല്ലാത്തതുകൊണ്ട് അയാൾ കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നിയിരിക്കുന്നു. മറ്റു രണ്ടുപേരും സ്മാർട്ടായിട്ട് ഇരിപ്പുണ്ട്. പ്രവീണെ ആ ഹെൽമെറ്റുകാരൻ്റെ പുറയിലിരിക്കുന്നത് ഉറപ്പിച്ചു പോലീസ്. എന്നിട്ടാണ് ദൃശ്യം കാണിച്ച് ഒന്നും ചോദിച്ചില്ല. പ്രവീണയ്ക്ക് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. പോലീസ് ഒന്നും അങ്ങോട്ട് ചോദിക്കാതെ തന്നെ അവർ പൊട്ടിക്കരഞ്ഞു. അതോടുകൂടി കേസിൻ്റെ അന്വേഷണം തെളിവിലേക്ക് വന്നു കഴിഞ്ഞു. കാമുകനാണ് സുരേഷ്. അയാൾ യൂട്യൂബറാണ്. അയാൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇവർ തമ്മിൽ പരിചയപ്പെട്ടതാണ്. ഇപ്പോഴത്തെ ഒരു വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബറൊക്കെ ഉള്ളത് പലരും അത് മിസ്യൂസ് ചെയ്ത് അവരുടെ കുടുംബങ്ങളെല്ലാം നശിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പുതിയ ബന്ധങ്ങൾ നമുക്ക് ദൂരെ എങ്ങും സഞ്ചരിക്കാതെ എങ്ങും പോകാതെ വീട്ടിലിരുന്ന് പുതിയ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതിനുള്ള സൗകര്യം യൂട്യൂബിലുണ്ട്, മൊബൈൽ ഫോണിലുണ്ട്. അതെല്ലാവരും മിസ്യൂസ് ചെയ്യുന്നു. നമ്മുടെ ആവശ്യത്തിനും അത്യാവശ്യത്തിനും പുരോഗതിക്കും നമ്മുടെ ജോലിക്കും എല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൽ പുതിയ പ്രൊവിഷൻസ് വന്നതോടുകൂടി വാട്സാപ്പുകളും അങ്ങനെയൊക്കെ വലിയ ഏത് സംഭവത്തെപ്പറ്റി നമുക്ക് അപ്പം തന്നെ വിവരം കിട്ടാനുമൊക്കെയുള്ള ഡിജിറ്റലായിട്ടുള്ള സർവ്വതും നമുക്ക് നമ്മുടെ മൊബൈലിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേജ് വന്നപ്പം രഹസ്യമായി ഇതുപോലെയുള്ള ബന്ധങ്ങളിലേക്ക് പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹം കഴിച്ചവരും പ്രായമുള്ളവരൊക്കെ എടുത്ത് ചാടുകയാണ്. അവരുടെ സാംസ്കാരികപരമായിട്ടുള്ള അവരുടെ വളർച്ചയിൽ ഇന്ന് വരെ മനസ്സിൽ പിടിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതും രഹസ്യമായി കൈകാര്യം ചെയ്യാനുള്ള അവസരം ആയിട്ട് എല്ലാവരും ഇത് കൺവെർട്ട് ചെയ്തെടുത്ത് ഇതുപോലെയുള്ള വലിയ കൊലപാതകത്തിലേക്ക് എത്തപ്പെടുന്ന കാണും. ആ പ്രവീൺ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടു. രവീണ എന്ന് പറഞ്ഞ സ്ത്രീ ഇപ്പോൾ ജയിലിലായി. അവരുടെ യൂട്യൂബറുമായിട്ട് പരിചയപ്പെട്ട കാമുകനും ആ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള പരിചയം വെച്ച് അയാളും ജയിലിലായി. കൊലക്കേസിലേക്ക് ജീവപര്യന്തത്തിലേക്ക് രണ്ടുപേരും പോകും. ആ കുട്ടി അനാഥമായി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത. കാരണം ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും ഒരു നിമിഷത്തിൽ തന്നെ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.